ഇന്നലെ കാസർഗോഡ് പൊവ്വള്ളിയിൽ ദാരുണമായി മകൻ്റെ കൈകൊണ്ട് മരണം സംഭവിച്ച നബീസുമയുടെ മരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുത ഇങ്ങനെ. പൊവ്വള്ളിയിലെ മജീദ് പള്ളിക്കാലിൻ്റെ ഉമ്മ നബീസയാണ് മരണപ്പെട്ടത്. മാനസിക രോഗിയായ മകൻ നാസർ ഉമ്മയെ മൺവെട്ടിക്കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. സംഭവം കണ്ട് ഞെട്ടിത്തരിച്ച മജീദ് ഉമ്മയെ തോളിലേറ്റി വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ നാസർ മജീദിൻ്റെയും തലക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. സംഭവങ്ങൾക്കിടെ ഓടിക്കൂടിയ ബന്ധുക്കളും അയൽവാസികളും ചേർന്നാണ് മജീദിനെയും ഉമ്മയെയും ചെങ്കള EK നായനാർ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റൽ യാത്രയ്ക്കിടെ നബീസുമയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷവും മാനസിക വിഭ്രാന്തിയോടുകൂടി വീട് വിട്ടിറങ്ങിയ നാസറിനെ പൊവ്വൽ മാസ്തിക്കുണ്ടിനടുത്ത് വെച്ച് നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. നാസർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. നബീസുമയുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിന് വിട്ടു നൽകി. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വേദനാജനകമായ സംഭവമാണ് അവിടെ നടന്നത്. നാടും കുടുംബവും അപ്രതീക്ഷിത മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മുക്തരായിട്ടില്ല. താൻ നൊന്ത് പ്രസവിച്ച മകൻ കാരണം ഒരു ഉമ്മയ്ക്ക് ജീവൻ പൊലിയേണ്ടി വന്നതിലുപരി സങ്കടകരമായ അവസ്ഥ വേറെ എന്താണുള്ളത്?